അവിടെ കാണുന്ന പച്ച കളറാണ്. സോ അപ്പോഴും പ്രശ്നമാണ് അല്ലേ? നമ്മൾ അതിനും സെറ്റിങ്സ് ഉണ്ട്. ദിസ് ഈസ് ദ സെറ്റിങ്സ്. കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ആൻഡ് ഗാമ, അങ്ങനെ 5 പോയിന്റ്സ് ആണുള്ളത്. ഹ്യൂ എന്ന് പറയുന്നത് കളറാണ്. നോക്കൂ, പച്ച കളർ, മഞ്ഞ കളർ, ഏത് കളറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താം. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്, നിങ്ങളുടെ സ്റ്റെയിനിൻ്റെ കളർ അല്ലാത്ത കളറിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അഡ്ജസ്റ്റ് ദ ഹ്യൂ. ഓക്കെ, ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സാച്ചുറേഷൻ, അതായത് ഈ ഗ്രീൻ കളറിൻ്റെ ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്, ഏറ്റവും ബെറ്റർ. നോക്കൂ, ഞാൻ സാച്ചുറേഷൻ കൂട്ടുമ്പോൾ എഗെയിൻ ഗ്രീനിഷ് ഇത് കൂടി, സാച്ചുറേഷൻ കുറയ്ക്കുമ്പോൾ ഗ്രീനിഷ് ഇത് കുറഞ്ഞുകൊണ്ട് ലൈറ്റ് ഗ്രീൻ, കണ്ടോ? സോ ദാറ്റ് മീൻസ് സാച്ചുറേഷൻ. ഇനി ബ്രൈറ്റ്നസ്, ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്ത് കൂട്ടുന്ന പോലത്തെ ഓപ്ഷനാണ് ഇവിടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. സോ കൂട്ടി മോർ ബ്രൈറ്റ്, അത്രയും ബ്രൈറ്റ്നസ് നമുക്ക് ആവശ്യമില്ല, ക്യാൻ റെഡ്യൂസ് ഇറ്റ്. ഇവിടെ നമ്മൾ ഐറിസ് വേവ്ഫ്രം കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്യുന്ന കോൺട്രാസ്റ്റ് ഇവിടെ നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കോൺട്രാസ്റ്റ് സി ഇമേജിൽ വ്യത്യാസമുണ്ടാകും. കോൺട്രാസ്റ്റ് കുറച്ചപ്പോൾ ബ്ലേഡ് ഇമേജായി, കോൺട്രാസ്റ്റ് കൂട്ടുന്തോറും ബെറ്റർ ഇമേജായി. ഓക്കെ, ഇനി ഈ ഗാമ എന്ന് പറയുന്നത് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് രണ്ടും കൂടും. ഗാമ നമ്മൾ സെറ്റ് ചെയ്താൽ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്യും, അതാണ് ഗാമ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് മാനുവലായിട്ട് അതിൽ കളർ സെറ്റിങ്സിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബട്ട് പുട്ട് ഇറ്റ് ഇൻ ടു ഡിഫോൾട്ട്, it is the real picture what you are watching in the microscope. The same image will be there.